ഹായ് ഹലോ നമസ്കാരം. നരിവേട്ട ടോവിനോയുടെ ഏറ്റവും പുതിയ സിനിമയാണ് നരിവേട്ട. അത് അടിരാജ് മനോഹറാണ് ഈ സിനിമയുടെ സംവിധായകൻ. നമ്മുടെ ഇഷ്കൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഗംഭീരമായിട്ടുള്ള പൊളിറ്റിക്സ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇഷ്കൊക്കെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. ടിപ്പുഷാൻ ആൻഡ് ഷിഹാസാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. എബിൻ ജോസഫാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഷമീർ മുഹമ്മദ് ഇതിൻ്റെ എഡിറ്ററാണ്. വിജയ് ബിഗിലേ വിജയ് അല്ല, ഏതോ ഒരു വിജയ് കേട്ടിട്ടില്ല. പുള്ളിക്കാരൻ ഇതിൻ്റെ DOP കൈകാര്യം ചെയ്യുന്നുണ്ട്. ടൊവിനോ തന്നെയാണ് ഈ സിനിമയിലെ നായകൻ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി എനിക്ക് ഈ സിനിമ അത്രമാത്രം ദഹിച്ചിട്ടില്ല. എബിൻ ജോസഫ് ഇതിൻ്റെ റൈറ്റർ. എനിക്ക് പറയാനുള്ളത്, ഒരു 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 സിനിമയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഈ സിനിമയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഒരുപാട് സോഴ്സുകളുണ്ടെന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി. ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്ക്രിപ്റ്റ് എഴുതിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഒരു എൻ്റർ ക്രൂ ഇതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്, അത് ഓക്കെ, അടിപൊളി, സൂപ്പർ. പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം, ആ സിനിമ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്ക്രിപ്റ്റ്, വലിച്ച് നീട്ടിയ സ്ക്രിപ്റ്റ്, അതിനിടയിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഇതിൽ സീനുകളുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ ഈ സിനിമ ശരിക്കും ബോറടിയാണ്. കാരണം ഒരു ടൊവിനോയുടെ ക്യാരക്ടർ തന്നെ പക്ക മിസ്കാസ്റ്റിങ്ങാണ്. ടോവിനോ ഇതിൽ ആസിഫിനെ കൊണ്ടുപോവാം. ആസിഫിലേക്ക് ആണെങ്കിൽ റോൾ തകർത്ത് തവിട് പൊടിയാക്കി തരും. ടോവിനോയ്ക്കൊന്നും എനിക്ക് തീരെ പേഴ്സണലി എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടമായിട്ടില്ല. വളരെ ഒരു 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 അസഹനീയമായിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ പടം തുടങ്ങിയ മുതലേക്ക് സിനിമ കഴിയുന്നവരെ വളരെ അസഹനീയമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടോവിനോ പിടിച്ചിരിക്കുന്നത്. കോട്ടയം സ്ലാങ്ങൊക്കെ ഓക്കെ അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ അതിലൊരു നായിക ടോവിനോയുടെ പെയറായിട്ട് അഭിനയിച്ചിട്ടുള്ളതൊക്കെ വളരെ വളരെ ആർട്ടിഫിഷ്യാലിറ്റീനപ്പുറം, ഇത് എന്താ പറയുക, സ്ഥിരം കണ്ടുവരുന്ന ക്രിഞ്ച് റൊമാൻറ്റിക് സീനുകളൊക്കെ, ബോട്ടിൽ യാത്ര ചെയ്യുന്ന സീന്, അതുപോലെ തന്നെ അല്ലെ ദരിദ്രനായിട്ടുള്ള നായകൻ, കുറച്ച് പൈസക്കാരിയായിട്ടുള്ള ഒരു നായിക, അതൊന്നുമല്ല. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്ന പോലുമില്ല. ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ കഥ പറഞ്ഞോട്ടെ. വയനാട് മുത്തങ്ങയുടെ ഇഷ്യൂ ഒക്കെയാണെങ്കിൽ പറയുന്നത് CK ജാനുവിൻ്റെ പരിപാടി. CK ജാനു ആണോ ഇനി വേറെ ആരെന്ന് അറിയില്ല, അതൊക്കെ അവർ ഒക്കെ കാണുന്നവർക്ക് ചിന്തിക്കാം. അപ്പോൾ വയനാട്ടിലെ ഒരു പ്രശ്നമാണ് പറയുന്നത്. ആര്യ സലീം സെറ്റായി ചെയ്തിട്ടുണ്ട്. ആര്യ സലീം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിന്നൽ മുറിയിൽ ടൊവിനോൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്, ഒരു ആർട്ടിസ്റ്റാണ്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് പിടിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സുരാജ് വെഞ്ഞാറമൂട് ഇതിലൊരു ക്യാരക്ടറുണ്ട്. പ്രത്യേകിച്ചൊരു ഒരു മിറാക്കിളൊന്നും സുരാജിന് ചെയ്യാനില്ല. വെറുതെ ഒരു വഴിപോക്കനായിട്ട് വന്ന് പോകുന്നൊരു സീന് മാത്രം. സ്ഥിരം പരിപാടി, എയർ വൃത്തവും എയർ പിടിച്ചിട്ടുള്ള ഡയലോഗ് പരിപാടി കാര്യങ്ങളൊക്കെയുള്ള സംഭവം തന്നെ സുരാജ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ പൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കോറ്, പടം തുടങ്ങിയ മുതൽക്ക് ഒരു സ്കോറ് സൂപ്പറാണ്. ജെക്സ് പിജോയുടെ BGM ആണ് കുറച്ചെങ്കിലും ഇതിൽ എനിക്കൊരു പ്ലസ്സായി തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ കൈതപ്രസാദിൻ്റെ ലിറിക്സ് ഇതിലിട്ടിട്ടുണ്ട്, അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് സോങ്സ് ഉണ്ട്, അത് നൈസായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ ഒന്നുമില്ല. ഒരു പോലീസ് ഒരു അതോറിറ്റി, ഒരു പോലീസുകാർ, ഭരണകൂട ഭീകരത, അവരുടെ ആവശ്യങ്ങൾ നടത്താൻ സാധിക്കാതെയുള്ള പോലീസുകാരുടെ ഒരു ഫയറിങ് ടു ട്രൈബൽസ്, ആദിവാസികൾക്ക് മേലുള്ള ഒരു മേൽക്കോയ്മ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതൊക്കെ വിജയൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. DOP ഒക്കെ രസമായി ചെയ്തിട്ടുണ്ട്. അതിൽ VFX ചെയ്തിട്ടുള്ള ആളൊക്കെ രസമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റോറി വേണ്ടേ, ഒരു കഥ ഇങ്ങനെ എഴുതി വരുമ്പോൾ നമുക്കതിൽ ഇൻവോൾവ് ആവണ്ടേ. ഇത് ഇങ്ങനെ ക്ലൈമാക്സിന് വേണ്ടി മാത്രം എടുത്തൊരു സിനിമ പോലെ എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി സിനിമ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടൊവിനോയ്ക്കൊന്നും ഈ ക്യാരക്ടറൊന്നും കൊടുക്കരുത്. ടൊവിനോയുടെ ഒരുപാട്, ഇപ്പോൾ കുപ്രസിദ്ധ പയ്യൻ എന്നുള്ള സിനിമ ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആയിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. പക്ഷേ ആ സിനിമയിലും ടൊവിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമ ഗംഭീര പടമായനെ. ടൊവിനോ ഒക്കെ ഇമോഷണലൊന്നും ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇമോഷണൽ ആയിട്ട് ഒരിക്കലും ടൊവിനോയ്ക്കൊന്നും കൊടുക്കരുത്. നിങ്ങൾ ഇങ്ങനെ ക്യാരക്ടറൊന്നും ഒരിക്കലും ടൊവിനോ എടുക്കരുത്. ഇതൊന്നും താങ്ങത്തില്ല പുള്ളിക്കാരനെ കൊണ്ട്. പുള്ളിക്കാർ ഈ ഈ മിന്നൽ മുരളി പോലുള്ള പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. കുറച്ച് ആക്ഷൻ, പിന്നെ കുറച്ച് ക്യൂട്ട്നെസ്, കുറച്ച് റൊമാൻസ്, ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്യും. അല്ലാണ്ട് ഇത്രമാത്രം സമൂഹത്തിൽ ഇത്രമാത്രം ഗംഭീരമായിട്ടുള്ളൊരു ഒരു സ്റ്റോറി, ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു നടന്നൊരു കഥ, അത് പറയുമ്പോൾ അതിന് പക്കായിട്ടുള്ള ഒരു കുറച്ച് ബോഡിയൊന്നും അല്ല വേണ്ടത്. ചേരൻ ഇതിൽ ഒരു ക്യാരക്ടർ, ചേരൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ചേരനെ ആരോ പറയുന്നു കേട്ടോ ചേരൻ മിസ്കാസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ചേരൻ്റെ ക്യാരക്ടർ അടിപൊളിയായി തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പ്രത്യേകിച്ചൊരു വലിയൊരു സംഭവം എന്നല്ലെങ്കിലും ആ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരൻ്റെ ഡയലോഗ്സൊക്കെ രസമായിട്ടുണ്ട്. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം സിനിമയിൽ വരുന്നത്. പ്രത്യേകിച്ച് മലയാളത്തിൽ എനിക്കൊന്ന് ഫസ്റ്റ് ഫിലിമാണെന്ന് തോന്നുന്നു ചേരൻ്റെ. രസമായിട്ട് ചെയ്തിട്ടുണ്ട്.
മിഷ്കിൻ വരാൻ പോവുകയാണ് ഐ ആം ഗെയിമിൽ. അപ്പോൾ ഒരുപാട് തമിഴ് ആക്ടേഴ്സ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കുന്നത് ഇൻഡസ്ട്രി എന്തായാലും നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ എനിക്ക് ടോട്ടലി പറയാനുള്ളത് ഈ സിനിമ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് പറയാൻ വേണ്ടി മാത്രം, ക്ലൈമാക്സ് പറയാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു 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 സ്ലോ പോയിസൺ എന്നും പറയാൻ പറ്റില്ല. ഇതൊരു ത്രില്ലിങ്ങും ഇല്ല, ഒരു ഇമോഷണൽ, ഒരു ബ്ലാക്ക് ഇമേജ് ഡ്രാമ എന്നൊക്കെ പറയാം. അത്രയേ ഉള്ളൂ ഈ പടം. അല്ലാണ്ട് ഒരുപാട് പേര് തള്ളി കയറ്റുന്നുണ്ട്, അത്രയ്ക്കൊന്നും ഈ സിനിമ ഇല്ല. സിനിമകൾ ഇറങ്ങണം, വിജയിക്കണം, നല്ല സിനിമകൾ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രമാത്രം ഈ സിനിമയൊന്നും വലിച്ച് നീട്ടരുത്. അതൊക്കെ വളരെ മോശമല്ലേ? ആൾക്കാർ പൈസ കൊടുത്ത് പോയി കാണുന്ന പടമല്ലേ? അപ്പോൾ ജോസഫ് ബ്രോ നിങ്ങളുടെ റൈറ്റിംഗ് കുറച്ചുകൂടിയും അടിപൊളിയായെങ്കിൽ ഈ സിനിമ ഗംഭീരമായനെ. ഇതിന് അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീനുണ്ട്. ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ ഞങ്ങൾ സിനിമ കണ്ടിരുന്നോളാം, ഞങ്ങൾ കണ്ടോളാം, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. നിങ്ങളിതിന് വേണ്ടിയിട്ട് ഒരു കഥ പറയാൻ വേണ്ടി മാത്രം അവൻ്റെ ആ ഒരു കഥാപാത്രം ഉണ്ടാക്കുന്നു, ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നു, അവന് കുറേ ഫ്ലാഷ് ബാക്ക് കൊടുക്കുന്നു, അവന് കുറേ റൊമാൻസ് സീൻ കൊടുക്കുന്നു, അവൻ്റെ കുറേ വീട്ടിലെ കഷ്ടപ്പാട് കാണിക്കുന്നു. ഇതൊക്കെ ഒരുപാട് കണ്ട് ക്രിഞ്ചടിച്ച സാധനങ്ങളാണ്. അപ്പോൾ അത് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇത് പറയാനാണെങ്കിൽ ജസ്റ്റ് ഒരു വാച്ചബിളായിട്ട് വേണമെങ്കിൽ കാണാം. എസ്പെഷ്യലി ക്ലൈമാക്സ് കുറച്ചുകൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലൈമാക്സിനെ ഉള്ളൂ കേട്ടോ. ക്ലൈമാക്സ് ഓക്കെയാണ്. പക്ഷേ ആ ക്ലൈമാക്സ് പറയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈമിങ് ഭയങ്കര ഓവറാണ്. ആ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് ഈ സിനിമ എടുത്ത പോലെ, അതായത് ഞാൻ പറഞ്ഞല്ലോ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ സ്റ്റോറി പോലെ, അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യിക്കരുത്. ജെക്സ് ബിജിയുടെ സ്കോർ സെറ്റായിട്ടുണ്ട്, അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വാച്ചബിൾ പോലെ ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു.